എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇതൊന്നും നമുക്കൊണ്ട് നടക്കുന്ന ഒരിതല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഒരു റിവ്യൂ അതിൻ്റെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, റെഡിയാക്കുക എന്നുള്ളൊരിതാണ്. ഇത് നമ്മുടെ ഓട്ടോഫൈയുടെ ഇൻഡിക്കേറ്റർ ഫ്ലാഷർ ഹസാർഡിൻ്റെ ഫ്ലാഷർ യൂണിറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ KTM Duke 250യിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെ അത് കോൺഫിഗർ ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓട്ടോഫൈയുടെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പൈസ ഇവർ MRP 1500 റുപ്പീസാണ്. ഞാനിതിപ്പോൾ വാങ്ങിച്ചത് നമ്മുടെ കൂത്തുപറമ്പുള്ള ന്യൂ സ്റ്റാർ ഹെൽമെറ്റ്സ് ആൻഡ് ആക്സസറീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് നോക്കാം. പ്രൊഡക്റ്റിൻ്റെ ചെറിയൊരു സാധനമാണ്, വെയിറ്റൊന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ അഡാപ്റ്റർ ചെയ്യുന്നൊരു മൗണ്ട് പോലത്തെ ഒരു ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ മാനുവലാണുള്ളത്. മാനുവൽ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വാറൻറ്റി കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഒന്നുമില്ല, ഒരു പുഷ് ബട്ടൺ പോലത്തെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ പ്ലഗ് ഇൻ ചെയ്യുന്ന ഒരു ചെറിയ മൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സീറ്റ് അഴിക്കണം. ബേക്കിലുള്ള ഫസ്റ്റ് സീറ്റ് അഴിക്കാം. ഇതിൻ്റെ യാതൊരുവിധ വയറിങ് മാറ്റുന്നതോ അങ്ങനെ ഒന്നും ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഡയറക്റ്റായിട്ട് പ്ലഗ് ഇൻ ചെയ്യുന്ന പോലത്തെ യൂസാണ്. വാറൻറ്റി കട്ടാവുകയോ അങ്ങനത്തെ ഒരു ഇതിൽ എക്സ്ട്രാ സ്വിച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പം നമുക്ക് സീറ്റ് തുറന്നതിൽ കാണാൻ പറ്റും, ഇത് മെഡിക്കൽ കിറ്റാണ്. അപ്പം ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ SFS പോർട്ടോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മാനുവലിൽ കാണുന്നത്. എന്താണെന്നുള്ളത് എനിക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. നോർമലായിട്ട് നമ്മുടെ KTMൻ്റെ പവർ പാർട്സിൽ വരുന്ന GPS ലൊക്കേറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു പോർട്ടിലാണ് ഇവർ നോർമലായിട്ടും കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പോർട്ട് ഇവിടെ ഒരു വേറൊരു സോക്കറ്റ് ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഈ സോക്കറ്റ് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുള്ള സോക്കറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, അതെടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു ഫ്ലാഷറിൻ്റെ ഈ ഒരു ഫ്ലാഷർ യൂണിറ്റ് അതിന് കറക്റ്റായിട്ട് മൗണ്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഇവിടെ ഒരു ലോക്ക് പോലെ കാണുന്നുണ്ട്. നമ്മൾ ഈ ലോക്ക് എന്ത് ചെയ്യാം, ഇതിന് കറക്റ്റായിട്ട് ഈ ഒരു പോർഷന് കറക്റ്റായിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ലോക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് പുറത്തേക്കൊന്നും വരുന്നില്ല എന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. പ്രസ് ചെയ്ത് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷറിൻ്റെ ഇത് ഇവിടെ ഫിക്സ് ചെയ്യുക. വേറെ യാതൊരു സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, എക്സ്ട്രാ സ്വിച്ചോ അങ്ങനത്തെ വെക്കേണ്ട ഒരു ആവശ്യവും. അപ്പം അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫ്ലാഷർ ഇൻഡിക്കേറ്റർ ഹസാർഡ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. അപ്പോൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ചാവി ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന നോർമലായിട്ട് നമ്മൾ ലെഫ്റ്റ് സെൻറ്റർ പ്രസ് ചെയ്ത് ഓഫ്, റൈറ്റ് സെൻറ്റർ ചെയ്ത് ഓഫ്, ഇങ്ങനെയാണ് നോർമൽ ഇൻഡിക്കേറ്റർ. ഇനി ഈ ഫ്ലാഷർ യൂണിറ്റ് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ സെൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ആ ഒരു പാറ്റേണിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പാറ്റേൺ അതിപ്പം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാനാണെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡ് ഇതാക്കിയിട്ട് സെൻറ്റർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇനിയിപ്പോൾ റൈറ്റ് ടേൺ ഇൻഡിക്കേറ്റർ ഇടാണെങ്കിൽ റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇനി തിരിച്ച് പഴയതുപോലെ നമുക്ക് ഈ ഫ്ലാഷർ ഓൺ ചെയ്യാനാണെങ്കിൽ പിന്നെയും ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇതിൽ 14 പാറ്റേൺസ് വരുന്നുണ്ട്, 40 പാറ്റേൺസ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇനി പാറ്റേൺ എങ്ങനെ മാറുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പാറ്റേൺ മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഹസാർഡ് ഓൺ ചെയ്തതിന് ശേഷം ഒന്നും കൂടി സെയിം പ്രോസസ്സ് ഒന്നും കൂടി ചെയ്ത് നോക്കുക. അതായത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ മാറും. അപ്പോൾ ആ പാറ്റേൺ നേരത്തെ ഉണ്ടായിരുന്ന പാറ്റേണിൻ്റെ സ്പീഡ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അടുത്ത പാറ്റേൺ നോക്കാം. പാറ്റേൺ മാറി. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ സെയിം ഫ്ലാഷർ മൊഡ്യൂൾ ഓണായ സമയത്ത് നമ്മൾ സെയിം സ്വിച്ചിൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനനുസരിച്ചിട്ട് ഓരോ പാറ്റേൺ വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് പാറ്റേൺ വന്നു. ഈ സ്വിച്ചിലല്ല ഇതിൻ്റെ പാറ്റേൺ മാറ്റേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ മേലെ തന്നെ ഇവിടെ ഒരു പുഷ് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്, പ്രസ് ഹിയർ ടു ചേഞ്ച് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെ പാറ്റേൺ മാറി വരും. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോ പ്രാവശ്യം നമ്മൾ ഈ പ്രസ് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ട് ഇപ്പം ഓഫായിട്ടാണുള്ളത്. ഓഫായോ? ഓൺ ആയിട്ടുണ്ട്. ഇതേ
പാറ്റേൺ മാറുന്നുണ്ട്. അപ്പോൾ ഒന്നിക്കിൽ നമുക്ക് സീറ്റിൻ്റെ അടിയിലുള്ള ഈ ഒരു പോർഷൻ തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് സ്വിച്ചിൻ്റെ കൺട്രോളിൽ മാറ്റാൻ പറ്റും. സീറ്റ് നമുക്ക് പഴയതുപോലെ തിരിച്ച് ലോക്ക് ചെയ്യാം. സീറ്റ് ലോക്കായി. ഇപ്പം പാറ്റേണിൻ്റെ ഇത് കാണിച്ചു തന്നു. വണ്ടി ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഹെഡ്ലൈറ്റാണ് മെയിനായിട്ട് മാറ്റിയിട്ടുള്ളത്. നോർമൽ ഡ്യൂക്ക് 250ക്ക് വരുന്നത് നമ്മുടെ ഹാലോജൻ ബൾബ് വെച്ചിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. അപ്പം ഇത് 390 മോഡൽ ഹെഡ്ലൈറ്റ് നമ്മൾ നോർമലായിട്ടും വാങ്ങിച്ചിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതാണ്. LED ഹെഡ്ലൈറ്റ്സ് കുറച്ചും കൂടി കാണാൻ ബോൾഡായിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതിൻ്റെ വണ്ടിയുടെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പം കമ്പനി ഇതിൻ്റെ ഓട്ടോഫൈ എന്ന് പറഞ്ഞ ഈ കമ്പനി 40 പാറ്റേൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓരോന്നും നമുക്കത് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ ഓട്ടോഫൈയുടെ സ്റ്റോറിൽ നിന്ന് ഒന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഏരിയയിലാണ് കൂത്തുപറമ്പ് ന്യൂ സ്റ്റാറിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ന്യൂ സ്റ്റാർ ഹെൽമെറ്റ്സ് ആൻഡ് ആക്സസറീസ് എന്ന അവരുടെ പേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം വീഡിയോന് എന്തെങ്കിലും ഡൗട്ടോ കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ എല്ലാ കമൻറ്റ് സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു.